എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതായത് ഉദ്യോഗ പർവ്വമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. വിരാട പർവ്വം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉത്തരയുടെയും അഭിമന്യുവിൻ്റെയും വിവാഹം ആർഭാടപൂർവ്വം നടന്നു. വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം അതിൽ പങ്കുകൊണ്ട രാജാക്കന്മാരെല്ലാം വിരാട രാജ്യത്തിന്റെ സഭാഗ്രഹത്തിൽ ഒന്നിച്ച് സമ്മേളിച്ചു. അക്കൂട്ടത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും സാത്വികയും ദ്രുപദനും ദുഷ്ടദ്യുമ്നനും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നു. അനവധി മറ്റ് രാജാക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും കുശല പ്രശ്നങ്ങൾ നടത്തി കുറച്ചു സമയം കഴിച്ചുകൂട്ടി. അവരുടെ മനസ്സിൽ പാണ്ഡവരെ പറ്റിയുള്ള ചിന്തയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അവർ വനവാസവും അജ്ഞാതവാസവും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇനി അവരുടെ ഭാവി എന്തായിത്തീരും, എന്താണ് നടക്കാൻ പോകുന്നത്? ശ്രീകൃഷ്ണൻ സഭയിൽ സന്നിധനായിരിക്കുന്നത് കൊണ്ട് ഇതേപ്പറ്റി പറയാനുള്ള അർഹത അദ്ദേഹത്തിനാണെന്ന് ആയതുകൊണ്ട് മറ്റാരും ഒരഭിപ്രായവും പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അറിയാനായി അവരെല്ലാവരും കാത്തിരുന്നു. അപ്പോ ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം സദസ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, പാണ്ഡവരെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ധർമ്മത്തിനു വേണ്ടി എല്ലാം ത്യജിച്ചവർ, ഭീരുത്വം കൊണ്ടൊന്നുമല്ല, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ച് അവർ ശക്തരാണ്. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ അവരിപ്പോഴും ആഗ്രഹിക്കുന്നു. അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം ലഭിച്ചാൽ അവർ തൃപ്തരാകും. പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടു എന്ന അസത്യവാദവുമായിട്ടാണ് ദുര്യോധനനും അവന്റെ കൂട്ടുകാരും നിലകൊള്ളുന്നത്. ഇത് കള്ളച്ചൂതിൽ രാജ്യം കൗശലത്തോടെ കൈക്കലാക്കിയതുപോലെ ഉള്ള ഒരു സംസാരം തന്നെയാണ്. അപ്പോൾ യുദ്ധം അനിവാര്യമാകും. അവര് രാജ്യം കൊടുക്കാൻ തയ്യാറാവുകയില്ല. അപ്പൊ യുദ്ധം അനിവാര്യമാകും. ഇരു കൂട്ടർക്കും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാവും. യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ദുര്യോധനെ പറഞ്ഞു മനസ്സിലാക്കി ഇരു കൂട്ടരും സന്ധി ചെയ്യണം. അതിന് തക്ക കഴിവുള്ള ഒരാൾ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സൗഹൃദം പുനഃസ്ഥാപിക്കണം. അംബുജാക്ഷന്റെ സംഭാഷണം കേട്ടിരുന്നവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെ അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ബലഭദ്രനാണ് അടുത്തതായി സംസാരിച്ചത്. ശ്രീകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായം സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സന്ധി ചെയ്യാൻ പോകുന്നവർ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ധൃതരാഷ്ട്രരെ പ്രകോപിക്കുന്ന കാര്യത്തിൽ ഒന്നും പറയരുത്. അവരുടെ കയ്യിലാണ് എല്ലാം. യുധിഷ്ഠിരൻ വളരെ ഭയത്തോടു കൂടിയാണ് ചൂത് കളിച്ചത്. മറ്റു പലരും ഉണ്ടായിട്ടും അദ്ദേഹം ശകുനിയോട് കളിക്കാൻ തയ്യാറായി. വാശിയോടുകൂടി കളിച്ചു തോറ്റു. ഇതിൽ ശകുനി തെറ്റുകാരനല്ല. ഈ യാഥാർത്ഥ്യം കണക്കിലെടുത്ത് വേണം സംസാരിക്കാൻ. കൗരവരെ വളരെ സമാധാനത്തോടെ സംബോധന ചെയ്ത് വിനയത്തോടെ സംസാരിക്കണം. ബലരാമന്റെ അഭിപ്രായം കേട്ട് സാത്വികിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചാടി എണീറ്റു കോപത്തോടുകൂടി പറഞ്ഞു, ബലഭദ്രൻ ധർമ്മരാജാവിനെ പറ്റി പറഞ്ഞത് ഒട്ടും ശരിയല്ല. അദ്ദേഹത്തെ നിർബന്ധിച്ച് ചൂത് കളിക്കാൻ ക്ഷണിച്ചു വരുത്തി ചതിക്കുകയായിരുന്നു. അതിൽ യുധിഷ്ഠിരൻ ഒരു തെറ്റുകാരനുമല്ല. എന്നിട്ടും അദ്ദേഹം സത്യം പാലിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് അർഹമായ രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ദൂതൻ ദുര്യോധനന്റെ അടുത്ത് പോയി താണു വണങ്ങി നിന്ന് സംസാരിക്കണോ? എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ദുര്യോധനൻ കാണിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. അതിനുശേഷം യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം ചെന്ന് ചോദിക്കുന്നതിന് എന്തിനാണ് അദ്ദേഹത്തെ ദുര്യോധനെ ഭയപ്പെടുന്നത്? അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അയാൾ പകുതി രാജ്യം തരാൻ തയ്യാറല്ലെങ്കിൽ യുദ്ധം തന്നെ നടക്കട്ടെ എന്നാണ് സാത്വികി പറഞ്ഞത്. സാത്വികിയുടെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം സംസാരിച്ചത് ദ്രുപദ രാജാവാണ്. അദ്ദേഹം പറഞ്ഞു, സാത്വികിയുടെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഒരിക്കലും യുധിഷ്ഠിരൻ തന്റെ രാജ്യത്തിനു വേണ്ടി ദുര്യോധനോട് യാചിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രാജ്യം പകുതി കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ യുദ്ധമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം.
ആ യുദ്ധം നടക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റിയ ഒരാളാണ് ദൂതിന് പോകേണ്ടത്. അതിനുവേണ്ടി വേണമെങ്കിൽ എൻ്റെ പുരോഹിത ബ്രാഹ്മണനെ ഞാൻ പറഞ്ഞുവിടാം. അദ്ദേഹത്തോട് എന്താണ് ദുര്യോധന സഭയിൽ ചെന്ന് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോ ശ്രീകൃഷ്ണൻ ആ അഭിപ്രായം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, രാജാക്കന്മാരിൽ മുതിർന്ന ആളും കാര്യക വിചാരങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ആളുമാണ് ദ്രുപദ രാജാവ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ പുരോഹിത ബ്രാഹ്മണനെ ധൃതരാഷ്ട്ര സഭയിലേക്ക് അയച്ചാൽ മതി. അത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ദ്രുപദ രാജാവിനും പറയാം, ഞങ്ങളും പറയാം. അങ്ങനെ അവര് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ശ്രീകൃഷ്ണനും ബലഭദ്രനും സാത്യകിയും ദ്വാരകയിലേക്ക് പോയി. പാഞ്ചാല രാജാവ് സ്വന്തം രാജധാനിയിലേക്കും പോയി. യഥാർത്ഥത്തിൽ ബലരാമന് ദുര്യോധനോട് ഒരു ഇഷ്ട കൂടുതലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബലരാമനെ ഗദായുദ്ധം പഠിപ്പിച്ചിട്ടുള്ളത് ബലഭദ്രനാണ്. അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനനെ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദുര്യോധനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചത്. എന്നിട്ട് ഇവരെല്ലാരും അങ്ങോട്ട് എല്ലാ രാജാക്കന്മാരും അവരവരുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. ദ്രുപദ രാജാവ് അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ചെന്നിട്ട് ആ പുരോഹിത ബ്രാഹ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ, അങ്ങ് പാണ്ഡവർക്ക് വേണ്ടി ദൂതിനായി ധൃതരാഷ്ട്രരുടെ സഭയിൽ പോകണം. കൗരവർ അങ്ങയ്ക്ക് വേണ്ട ആദരവ് തന്നിരിക്കില്ല. പക്ഷേ അങ്ങ് അതിനെപ്പറ്റി ചിന്തിക്കണ്ട. എന്തായാലും ദുര്യോധനോട് പകുതി രാജ്യം യുധിഷ്ഠിരന് കൊടുക്കാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പ്രേരിപ്പിക്കണം. അതിനുശേഷം അവർ സമ്മതിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റി പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അങ്ങ് തിരിച്ചു വരിക. ദ്രുപദ രാജാവിനറിയാം ഒരിക്കലും ഈ പുരോഹിത ബ്രാഹ്മണന്റെ ദൗത്യം വിജയിക്കില്ല, കൗരവരുമായിട്ട് യുദ്ധം തന്നെ നടത്തേണ്ടി വരും എന്ന് പാഞ്ചാല രാജാവിന് അറിയാമായിരുന്നു. എങ്കിലും ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം, പകുതി രാജ്യം കിട്ടിയാൽ അതുകൊണ്ട് യുധിഷ്ഠിരാദികൾ അല്ലെ പാണ്ഡവാദികൾ സംതൃപ്തരാകും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് ഈ പുരോഹിത ബ്രാഹ്മണനെ കൗരവരുടെ അടുത്തേക്ക് ഹസ്തിനപുരത്തിലേക്ക് അയക്കാൻ ദ്രുപദൻ തയ്യാറായത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സൈന്യങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ സജ്ജീകരിക്കാൻ തുടങ്ങി. കാരണം ഈ ദൗത്യം വിജയിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എന്നിട്ട് പാണ്ഡവരും തങ്ങളുടെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കുകയും അവരുടെ അടുത്ത് പോയി യുദ്ധത്തിന് തയ്യാറാകുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ പാണ്ഡവരുടെ ആലോചനകളും അവരും മറ്റ് രാജാക്കന്മാരെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സൈന്യങ്ങളെ സജ്ജരാക്കാൻ പറയുന്നതും എല്ലാം ദുര്യോധനൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ദുര്യോധനൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനനും യുദ്ധത്തിന് വേണ്ടിയിട്ട് തൻ്റെ സൈന്യങ്ങളെയൊക്കെ സജ്ജരാക്കുകയും പലരെയും തങ്ങളോടൊപ്പം നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ വശത്തെ നിൽക്കുള്ളെന്ന് അറിയാമായിരുന്നെങ്കിലും ശ്രീകൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിക്കുവാൻ ദുര്യോധനൻ ഒരു ദിവസം ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിൽ പോയി രാജധാനിയിലെത്തി. ആ സമയം ശ്രീകൃഷ്ണൻ ഉറങ്ങുന്ന സമയമായിരുന്നു. അദ്ദേഹം തൽപ്പത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. ഉടനെ തന്നെ ഒരു സിംഹാസനം വലിച്ച് അദ്ദേഹത്തിന്റെ തലയ്ക്കലിട്ട് അതിൽ ഉപവിഷ്ടനായി ദുര്യോധനൻ ഇരുന്നു. അദ്ദേഹം ഉറക്കം കഴിഞ്ഞെണീക്കട്ടെ, അല്ലാതെ ഉണർത്തി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവിടെ കാത്തിരുന്നു. ആ സമയം തന്നെ പാണ്ഡവർക്കൊപ്പമാണ് ശ്രീകൃഷ്ണൻ എന്ന് അറിയാമായിരുന്നിട്ടും അർജുനൻ ശ്രീകൃഷ്ണനെ തന്നെ യുദ്ധത്തിന് തങ്ങളോട് കൂടെ നിൽക്കണമെന്ന് പറയുന്നതിന് വേണ്ടി ദ്വാരകയിലേക്ക് ചെന്നു. അദ്ദേഹം ചെന്ന സമയത്ത് തന്നെ ദുര്യോധനൻ അവിടെ നേരത്തെ ചെന്നിരിപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ശയ്യാഗ്രഹത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങളുടെ അടുത്ത്
വിനീതനായി നിന്നു. കുറച്ചു കഴിഞ്ഞ ഉടനെ ശ്രീകൃഷ്ണൻ ഉണർന്നു. ഉണർന്നപ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ്. അപ്പോ എന്താ പാർത്ഥ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ചാടി എണീറ്റ സമയത്ത് തന്റെ തലയ്ക്കൽ ഇരുന്ന ദുര്യോധനെ കണ്ടു. രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വളരെ ആശ്ചര്യത്തോടു കൂടി അവരെ രണ്ടുപേരെയും നോക്കിക്കണ്ടു. രണ്ടുപേരും ഒരുമിച്ച് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് ശ്രീകൃഷ്ണൻ അവരോട് ചോദിച്ചു. അപ്പോ ദുര്യോധനാണ് ആദ്യം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്നവരല്ല, ഞാനാണ് ആദ്യം എത്തിയത്. ഒരു വലിയ യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളും പാണ്ഡവരും അങ്ങേക്ക് ഒരുപോലെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഇവിടെ വന്നതും ആദ്യം അങ്ങയോട് സഹായം അപേക്ഷിച്ചതും ഞാനാണ്. ആദ്യം ആവശ്യപ്പെട്ടവരെ സഹായിക്കുകയാണ് ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ സഹായത്തിന് ഞാനാണ് ഉത്തമ അവകാശി. അങ്ങയുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങളെ സഹായിക്കണം. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുര്യോധന, നീയാണ് ആദ്യം വന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാൻ ആദ്യം കണ്ടത് അർജുനെയാണ്. അപ്പം ഒരാള് കിടക്കുന്നു, ആ കിടക്കുന്ന ആളിന്റെ കാലിന്റെ ഭാഗത്ത് കട്ടിലിന്റെ അടുത്ത് ഒരാൾ നിന്നാൽ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ആ ആളിനെയാണ്. പിന്നീട് തല തിരിച്ച് തലകയുടെ ഭാഗത്തിരിക്കുന്ന ആളിനെ കാണുകയുള്ളൂ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ആദ്യം ഞാൻ കണ്ടത് അർജുനനെയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല, രണ്ടുപേരെ സഹായിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. നാരായണന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അനേകായിരം പടയാളികൾ എനിക്കുണ്ട്. നിങ്ങളിൽ ഒരാളുടെ സഹായത്തിന് വരും. മറുഭാഗത്ത് ഞാൻ മാത്രമുണ്ടാവും. ഞാൻ പോരിൽ, അതായത് യുദ്ധത്തിൽ ആയുധം എടുക്കില്ല. എടോ പാർത്ഥ, ഇതിലേതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്ക് തന്നിരിക്കുന്നു. നിന്നെയാണല്ലോ ഞാൻ ആദ്യം കണ്ടത്. ഇതിലേതാണ് വേണ്ടതെന്ന് അർജുനന് ഒരു സംശയവും ഉണ്ടായില്ല. അവൻ ആയുധം എടുക്കാതെ കൃഷ്ണൻ മാത്രം തന്റെ സഹായത്തിന് ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ശേഷിച്ച സഹസ്രാനുസഹസ്രം യോദ്ധാക്കളായിരുന്നല്ലോ, അവരുടെ സഹായം ദുര്യോധനന് കിട്ടി. അവൻ മനസ്സിൽ വിചാരിച്ചു, കൃഷ്ണൻ വെറും കൈയോടെ എൻ്റെ കൂടെ വന്നിട്ട് എന്ത് കാര്യം. അവൻ അത്യന്തം സന്തോഷിച്ചു. എന്നിട്ട് ദുര്യോധനൻ കൃഷ്ണനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, എടോ അർജുന, യുദ്ധം ചെയ്യാത്തവനായ എന്നെ നീ വരിച്ചത് എന്തുകൊണ്ടാണ്? അത് ബുദ്ധിയായോ? അർജുനൻ പറഞ്ഞു, കൗരവരെ മുഴുവൻ വധിക്കുവാനുള്ള സാമർഥ്യം അങ്ങേക്കുണ്ട്. അവരെ കൊല്ലുന്നതിനുള്ള കഴിവ് എനിക്കുമുണ്ട്. എന്നാൽ അത് ശരിക്കും ഫലിക്കണമെങ്കിൽ അങ്ങ് എൻ്റെ സാരഥിയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ വരിച്ചത്. കൃഷ്ണൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയോ? നിന്റെ ചിന്ത കൊള്ളാമല്ലോ. ഏതായാലും നിന്റെ ആഗ്രഹം സാധിക്കട്ടെ. ഞാൻ നിന്റെ അടുക്കിലേക്ക് തന്നെ നിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നു. അർജുനൻ സന്തുഷ്ടനായി. അവന്റെ ആഹ്ലാദം മണവൊട്ട് കഴുകി. അവനും കൃഷ്ണനുമായി ധർമ്മപുത്രരുടെ അടുത്തേക്ക് പോയി. കൃഷ്ണന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ബൃഹത്തായ സൈന്യത്തെ മുഴുവൻ തന്റെ സഹായത്തിന് നേടിയെടുത്തെന്നുള്ള അഭിമാനത്തോടെ പുറപ്പെട്ട ദുര്യോധനൻ നേരെ ബലരാമന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തോട് തന്റെ യാത്രയുടെ ഉദ്ദേശത്തെ പറ്റിയെല്ലാം വിവരിച്ചിട്ട് സഹായം അപേക്ഷിച്ചു. അപ്പൊ ബലരാമൻ പറഞ്ഞു, എടോ, വിരാടന്റെ ഗ്രഹത്തിൽ വിവാഹത്തിന് കൂടിയിരുന്നപ്പോൾ എൻ്റെ അഭിപ്രായമെല്ലാം ഞാൻ വ്യക്തമാക്കിയത് നീയും അറിഞ്ഞു കാണുമല്ലോ. അവിടെ വച്ച് ഞാൻ കൃഷ്ണനെ നിനക്ക് വേണ്ടി തടുത്തു പറഞ്ഞു. എന്നാൽ അവൻ അതിനൊന്നും അനുകൂലിക്കുന്ന ലക്ഷണമല്ല കണ്ടത്. കൃഷ്ണനെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുകയില്ല, പാർത്ഥനെയും സഹായിക്കുകയില്ല. നീ പോയി ക്ഷേത്രധർമ്മം പോലെ യുദ്ധം ചെയ്യുക. എന്നിട്ട് ദുര്യോധനൻ ബലഭദ്രനെ ആശ്ലേഷിച്ചു. സഹായം കിട്ടിയില്ലെങ്കിൽ എതിർപ്പുണ്ടാകുകയില്ലല്ലോ എന്ന സമാധാനത്തോടുകൂടി അദ്ദേഹം യാത്ര പറഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.